വെച്ച കോഴിന്റെ മണം. ഈ ഫോണ് കുത്തി കുത്തി ഓടാവുന്നു. ബിന്ദു പഠിക്കല. പിങ്കി, എടി പിങ്കി, 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 എന്താ മുതലാളി ചെങ്ക ചെക്ക ചെക്ക? എന്താടി എന്താടി നിനക്ക് മുതലാളി ചെങ്ക ചെക്ക? അല്ല, എന്തോ ഒരു കോള് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞോ, ഇന്നെന്താ ചാകര? ദിലീപ്, മഞ്ജു, കാവ്യ, നവ്യ, സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി. ആരാ 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 ആരാ? ഈശ്വര, ഭ്രാന്തായ. ഇവനൊക്കെ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നുണ്ട്, അതോടെ പോയല്ലോ. ബോസിനെ എനിക്ക് നന്നായി അറിയാം. എന്തോ ഏടാകൂടം കണ്ടുപിടിച്ച് എന്നെ പഠിപ്പിക്കാൻ വിളിച്ചതല്ലേ. അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊക്കെ എന്തായി? തെറ്റായിക്കോട്ടെ, അല്ലേലും ഞാൻ ആരുമല്ലല്ലോ. എനിക്ക് പോകാൻ പറഞ്ഞ പോണം, ഞാൻ പോവാൻ പറഞ്ഞ പോണം, വരാൻ പറഞ്ഞ വരണം. എന്തായാലും ഒരേ പത്രത്തിൽ കഞ്ഞിയുണ്ട്, ഒരേ പായിൽ കിടന്നുറങ്ങിയവരല്ലേ. എന്നെ ഓർക്കണം ബോസേ. ഐ വോണ്ട് മോർ ഇമോഷൻ. കുറച്ചോറായില്ലേ? കുറച്ചധികം. ബോസ് എന്തായാലും കാര്യം പറ. എടി പിങ്കി, ഓ എടി പിങ്കി, ഓ എടി പിങ്കി, ഓ നീ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ അപരാധമേ. എന്റെ ഈശ്വര, അപ്പുറത്തെ തങ്കമ്മ ചേച്ചിയുടെ വീട്ടിൽ കയറി ഞാൻ മീൻ പറിച്ച് മോഷ്ടിച്ചത് അറിഞ്ഞോ? എന്താടി പിറുപിറുക്കുന്ന? ദിലീപിനെ ആരാ ഒറ്റിയത്? ദിലീപിന് ആരാ ഒറ്റിയത്? അല്ല, ദിലീപിന് ആരാ ഒറ്റിയതല്ലേ പറഞ്ഞ? ദിലീപ് എടി, ദിലീപിന്റെ കാര്യത്തില് നീ എന്തൊക്കെയോ പറഞ്ഞു. ദിലീപിന്റെ കേസിൽ ആരോ മൊഴി മാറ്റി, ദിലീപ് ആരെയോ പൈസ കൊടുത്തതാക്കി. എടി നടി അതല്ലേ. എടി ഞാൻ പറയട്ടെ. എടി, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളുടെ മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഓർമ്മയില്ലേ? കേസിൽ 8ാം പ്രതിയായ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവിരോധം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ പോലീസ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഇവരിൽ പലരും കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. നടൻ സിദ്ദീഖ്, ഇടവേള ബാബു, ഭാമ, സിന്ധു പണിക്കരല്ല ബോസ്, ബിന്ദു പണിക്കർ തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖര് കോടതിയിൽ മൊഴി മാറ്റിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 20ഓളം സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു. നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് മുതൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിനിമാ തങ്ങളിൽ നിന്നും പ്രധാനമായും മൊഴിയെടുത്തിരുന്നത്. അല്ലെ, ഇവരെല്ലാം കൂറുമാറിയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടോ? അയ്യോ, അത് ഉണ്ട് ഉണ്ട് ഉണ്ട്. മറ്റേ ദിലീപ് എല്ലാവർക്കും പൈസ കൊടുത്ത് ഒതുക്കിയത് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ കേട്ടത്? നിർത്തടി പെണ്ണെ. എടി, അതൊന്നുമല്ല. കേസിൽ താൻ കൂറുമാറിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ബിന്ദു പണിക്കർ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വാ, ഞാൻ കണ്ട്. ഓ, ആ വിഷയത്തിൽ എനിക്ക് ഒരു റോളും ഇല്ലായിരുന്നു എന്നല്ലേ ബിന്ദു പണിക്കർ പറഞ്ഞു തുടങ്ങിയത്. ആക്രമിക്കപ്പെട്ട നടിയാണെങ്കിലും കാവ്യമാധവനാണെങ്കിലും മഞ്ജു വാര്യർ ആണെങ്കിലും ദിലീപ് ആണെങ്കിലും എനിക്ക് എല്ലാവരോടും ഒരുപോലെ ആയിരുന്നു, വ്യത്യാസമില്ല. എന്നാൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്നാണ് ബിന്ദു പണിക്കർ പറഞ്ഞത്. അതല്ലേ ബോസ് ഉദ്ദേശിച്ചത്? ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതേ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ, അല്ലാതെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്കറിയില്ല. ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കോടതിയിൽ ഞാൻ കൂറുമാറിയെന്ന് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് എനിക്കറിയില്ല. ആ സമയത്ത് ബിന്ദുവും എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ കോടതിയിൽ ഞാൻ കൂറുമാറിയെന്ന് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ബിന്ദു പണിക്കർ എന്താ പറഞ്ഞത്? കൂറുമാറിയത് എന്തെന്ന്? അല്ല, ബാക്കി കൊടുക്കല്. ആ സമയത്ത് ബിന്ദുവും കൽപ്പന ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു എന്ന് സിദ്ദിഖും ദിലീപും പറഞ്ഞല്ലോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞത് എന്താ? അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം എങ്ങനെയാണ് കണ്ടു എന്ന് പറയുന്നത് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. പോലീസിന് കൊടുത്ത മൊഴി തന്നെയാണ് കോടതിയിലും ആവർത്തിച്ചത്. എന്നാൽ പിന്നീട് കേൾക്കുന്നത് ഞാൻ കൂറുമാറിയെന്നാണ്. അന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത്. മനസ്സിലായോ നിനക്ക്?
എടി 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 പിങ്കി, നീ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിന്ദു പണിക്കരടക്കം എല്ലാവരും ദിലീപ് പൈസ കൊടുത്തിട്ട് കൂറുമാറ്റിയ സംഭവമാണ്, കൂറുമാറ്റിയ സംഭവമാണ്, കൂറുമാറ്റിയ സംഭവമാണ്, പൈസ കൊടുത്ത് പ്രശ്നമാക്കിയാന്നല്ലേ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ ഉണ്ടായി? ബിന്ദു പണിക്കർ പറഞ്ഞത് നിന്നെ കൊണ്ട് എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. മനസ്സിലായോ? അത് മാത്രല്ല, അതേ അന്വേഷണ സംഘം ഇവർക്ക് കുറച്ച് പേപ്പറുകൾ കൊണ്ട് കൊടുത്തിരുന്നു. എന്നിട്ട് നോക്കി പറഞ്ഞാൽ മതിയെന്ന് നിർദ്ദേശിച്ചു. അതെന്തിനാടി അങ്ങനെ പറയുന്നത്? പോലീസുകാർ പറയുന്നതാണോ പറയേണ്ടത്? ഇപ്പൊ മനസ്സിലായോ എന്തൊക്കെയാണ് ഉള്ളിൽ നടന്നതെന്ന്? അത് മാത്രല്ല, അപ്പോൾ ഞാനാണ് പറയുന്നത്, നീ ഇത് കണ്ട് നോക്കി പറയേണ്ടത്. ആര്? ഭർത്താവ് സായികുമാർ. നീ കണ്ട കാര്യം പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ ബിന്ദു പണിക്കരല്ലേ, ബിന്ദു പണിക്കരടുത്ത് സായികുമാർ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നാണ് എടുത്തോണ്ട് പോയത്. എന്നോട് കൂടെ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഞാൻ മുറിയിൽ പോയിരുന്നു. പറഞ്ഞതിൽ പലതും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് സായികുമാറും വെളിപ്പെടുത്തുന്നത്. എങ്ങനെ? അതെ അതെ അതെ, ഞാൻ ഓർക്കുന്നല്ല. നീ അന്ന് പറഞ്ഞ എല്ലാം പൈസ കൊടുത്ത് കൂറുമാറ്റിയതാണ്, അങ്ങോട്ട് മാറിയതാണ്, ഇങ്ങോട്ട് ചാടിയതാണ്. എടീ, ബിന്ദു പണിക്കര് പറഞ്ഞത് നേരത്തെയും ബിന്ദു പണിക്കർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ താൻ എങ്ങനെയാണ് ഈ സാക്ഷി പട്ടികയിൽ വന്നത് എന്ന് പോലും അറിയില്ല എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത്. എടി, ഒരു വാർത്ത വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഇച്ചിനെങ്കിലും മനസ്സിലാക്കണം. മനസ്സിലായോ? അത് മാത്രമല്ല, ഒരു പക്ഷെ ഒന്നിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടാവാം തന്നെ സാക്ഷിയാക്കിയതെന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത്. എന്നാൽ ഞാൻ പോലീസിന് കൊടുത്ത മൊഴിയെ കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് വ്യക്തമാക്കി പറയുന്നത്. മനസ്സിലായോ? വ്യക്തമാക്കി പറയുന്നത് വാസ്തവ വിരുദ്ധം. മനസ്സിലായോ? എടി, ഒരു അടച്ചിട്ട മുറിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നതെന്നാണ് നമ്മുടെ ബിന്ദു പണിക്കർ പറയുന്നത്. അതെങ്ങനെയാണ് ഇങ്ങനെ മാറ്റി പറയുന്നത്? അതെങ്ങനെ പുറലോകം അറിയും എന്ന് അറിയില്ലെന്നും ബിന്ദു പണിക്കർ പറയുന്നുണ്ട്. അത്രയ്ക്ക് പോലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് രഹസ്യമായി സൂക്ഷിക്കാൻ പോലീസുകാർക്ക് അറിയില്ല. അത് മാത്രമല്ല, മൊഴിയല്ലേ കൊടുത്തത്. അത് മാത്രമല്ല, അവരെഴുതി കൊടുത്തത് വായിക്കണം, അവരെഴുതി കൊടുത്തത് പറയണം. ഇതൊക്കെ എന്തോ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. പിന്നെ നീ ദിലീപിനെ കുറ്റം പറയുന്ന ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നോ? എടി അല്ല, എന്താ പറഞ്ഞു? അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു പൗലോസിനെ പരിചയപ്പെട്ടതിനെ കുറിച്ചും ബിന്ദു പണിക്കർ പറയുന്നുണ്ട്. അത് നീ തന്നെ പറയണം. നീ തന്നെ പറഞ്ഞു. നീ തന്നെ പറയണോ? അത് ടിവിയിലൊക്കെ കാണാമെന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല. ടിവിയിലൊക്കെ കാണാന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ലായിരുന്നു. ഒരിക്കലും ഒരു കൂട്ടുകാരിക്കൊപ്പം ലുലുമാളിൽ പോയപ്പോഴാണ് ആദ്യമായി ബിജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കാണുന്നത്. അന്ന് പരിചയപ്പെട്ടു. പിന്നീട് എന്നെയും സാക്ഷി പട്ടികയിൽ പെടുത്തുകയായിരുന്നു ബിന്ദു പണിക്കർ. ആദ്യം പോലീസിന് കൊടുത്ത മൊഴി ബിന്ദു പണിക്കർ നടിക്ക് അനുകൂല മൊഴിയാണ് നൽകിയത്. പിന്നീട് വിചാരണ കോടതിയിൽ കൂറുമാറി ദിലീപിന് അനുകൂലമായ മൊഴി നൽകി എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന് ബോസേ. എടി, അന്ന് കേസിൽ ദിലീപിനെതിരായി ഉറച്ചുന്ന ഒരു താരം കുഞ്ചോകോപവനായിരുന്നു. ഞാൻ കണ്ടു. കണ്ടില്ല അല്ലെ? ഇത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു. ദിലീപ് ഇടപെട്ട് ഇരയാക്കപ്പെട്ട നടിയുടെയും അഞ്ചുകാരുടെയും സിനിമാ അവസരങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയെന്നായിരുന്നു കുഞ്ചോകോപൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത്. കുഞ്ചോകോപൻ നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ചിലരൊക്കെ കൂറുമാറിയപ്പോൾ കോടതിയും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു. ഇതിൽ നടനെ അഭിനന്ദിച്ചും അഭിനന്ദനം കിട്ടാൻ വേണ്ടിട്ടാണോ ചെയ്തത്? അതേടി അതേടിയോ? അതേ ബോസ്, അതേ എന്നാണ് ഞാൻ ബഹുമാനത്തോടു കൂടി പറഞ്ഞത്. അതേ ബോസ്. പക്ഷേ എന്റെ പൊന്നു ബോസേ, വേറൊരു കാര്യം അറിയാമോ? എന്താണാവോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഈ ദിലീപിനെ നീ കുറ്റം പറയുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അത് അങ്ങനെയല്ല, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം, ഇത് ഇങ്ങനെയല്ല, ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നീ കേൾക്കാറുണ്ടോ? അങ്ങനെയാണ് ബോസി പറഞ്ഞത്. അയ്യോ, അതെപ്പോഴാ പറഞ്ഞത്? ഞാൻ ഇന്നലെ ബോസിനോട് പറഞ്ഞല്ല. എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. നീ ഇങ്ങനെ കള്ളം പറയുന്നതിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഓടി വന്നതിന്റെ കൂട്ടത്തിൽ ശ്വാസം വിടാത്തൊരു കാര്യം കൂടി മനസ്സിൽ മന്ത്രിച്ചത് ഓർക്കുന്നുണ്ടോ? അത് കേട്ടല്ലേ? തങ്കവച്ചീന്റെ അടുത്ത് എത്ര പൊരിച്ചമീൻ നീ വഴി കഴിച്ചു? പറ. എന്റെ